വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. വോൾവറിൻ തന്റെ റിവെഞ്ച് അവസാനിപ്പിച്ചു. കാരണം തന്റെ ശത്രുക്കളായ മാസ്റ്റർ മൈൻഡിനെയും സേബർ ടൂത്തിനെയും ഒമേഗ റെഡിനെയും ഡെഡ്പൂളിനെയും കൊളോസസിനെയും വോൾവറിൻ ബ്രൂട്ടലായിട്ട് തന്നെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. വോൾവറിന്റെ റിവെഞ്ച് നടന്നിട്ട് 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ വോൾവറിൻ ഒരു കൗബോയ് ലുക്കിൽ ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ താടിയും മുടിയും ഒക്കെ നരച്ച് അദ്ദേഹം പ്രായമായിരിക്കുന്നു. ലോകം ഇപ്പോൾ പഴയതുപോലെയല്ല. ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ട് സംഭവിച്ച ദുരന്തത്തിന്റെ യാതൊരു പ്രതിഫലനവും ഇപ്പോൾ കാണുന്നില്ല. ആളുകളൊന്നും അതിനെപ്പറ്റി ഓർക്കുന്നതേയില്ല. ചില ആളുകൾ പ്രതികരണശേഷി ഉള്ളവരാണെങ്കിലും സമൂഹം മൊത്തം അങ്ങനെയുള്ളവരാണെന്ന് പറയാനും പറ്റില്ല. എല്ലാവരും എല്ലാം മറന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് വോൾവറിൻ ലൈറ്റ് ഷാഡോയിലെത്തി. അവിടെ ഒരു ബാറും സലൂണും ഒക്കെ ഉണ്ട്. ലൈറ്റ് ഷാഡോ ശരിക്കും ഒരു ഔട്ട് പോസ്റ്റ് ആണ്. വനപാലകർക്കും വളർത്തു മൃഗങ്ങൾക്കും കള്ളന്മാർക്കും യാത്രക്കാർക്കും എല്ലാമുള്ള ഒരു ഔട്ട് പോസ്റ്റ്. വോൾവറിൻ തന്റെ കുതിരയെ കെട്ടിയിട്ടിട്ട് അതിനോട് പറയുവാണ്, ഞാൻ ഉടനെ തിരിച്ചു വരും. ഞാൻ വിശ്വസിക്കാത്ത ആരെയും നീയും വിശ്വസിക്കരുത്. എന്നിട്ട് വോൾവറിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വോൾവറിനെ ഒരു ഹീറോ ആയിട്ട് കാണുന്നത് പോലെയാണ് സ്വീകരിച്ചത്. അവിടെ ആ ബാറിൽ ഒരുപാട് പരിചിതമായ മുഖങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ക്യാപ്റ്റൻ അമേരിക്ക, വിന്റർ സോൾജർ, ജയന്റ് മാൻ, അൾട്രോൺ എന്നിങ്ങനെ നമുക്ക് പരിചിതമായ മുഖങ്ങൾ. ഇവിടെ ജയന്റ് മാനെയും അൾട്രോണെയും കണ്ടിട്ട് അവർ വെറും ഒരു കോസ്പ്ലേ കോസ്റ്റ്യൂം ധരിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചതാണല്ലോ. പിന്നെങ്ങനെ അവർ ഇവിടെ എത്തി? അവർ രണ്ടുപേരും ഒരുപക്ഷെ കോസ്പ്ലേ ധരിച്ച് വന്നവരായിരിക്കാം. അതൊക്കെ പോട്ടെ. വോൾവറിൻ ബാർടെൻഡറിന്റെ കയ്യിൽ നിന്ന് ഒരു ബിയർ മേടിച്ചു കുടിച്ച് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവൻ എവിടെയാണുള്ളതെന്ന് ബാർടെൻഡറിനോട് ചോദിക്കുന്നു. അദ്ദേഹം സ്റ്റെയറിന് മുകളിലുണ്ടെന്ന് ബാർടെൻഡർ വോൾവറിനോട് മറുപടിയായിട്ട് പറയുന്നു. വോൾവറിൻ അയാളെ കാണാനായിട്ട് സ്റ്റെയർ കയറി പോകുമ്പോൾ ഡാനി മൂൺസ്റ്റാർ ഒരു കരടിക്ക് ബിയർ കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ വോൾവറിൻ വന്നത് തന്റെ സുഹൃത്തായ ഫോർജിനെ കാണാൻ വേണ്ടിയായിരിക്കാം. വോൾവറിൻ മുകളിലേക്ക് എത്തിയതും അദ്ദേഹത്തെ സ്വീകരിക്കാൻ 2 കുട്ടികൾ സന്തോഷത്തോടെ അവിടേക്കെത്തി. വോൾവറിൻ ഇന്ന് വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ബാഡ് ഗൈസ് ആയ ദുഷ്ടന്മാരോടൊക്കെ ഫൈറ്റ് ചെയ്തോ, അതിന് വല്ല പ്രൂഫും ഉണ്ടോ എന്ന് ആ കുട്ടികൾ വോൾവറിനോട് ചോദിക്കുമ്പോൾ വോൾവറിൻ തന്റെ ബാഗിൽ കൈയിട്ട് അതിൽ നിന്നും കുറെ ബാഡ്ജസ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് വെറും ബാഡ്ജുകളല്ല, ഷെറീഫ് ബാഡ്ജുകളാണ്. മാത്രമല്ല ഇവിടെ വോൾവറിനും ഒരു ഷെറീഫ് ബാഡ്ജ് ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബാറിന്റെ ഏറ്റവും ടോപ്പിൽ പോയ വോൾവറിൻ താൻ കാണാൻ വന്ന വ്യക്തിയെ കണ്ടുമുട്ടി. അതെ, തന്റെ ഉറ്റ സുഹൃത്തായ ഫോർജിനെ വോൾവറിൻ കണ്ടുമുട്ടി. നിനക്ക് വേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പഴയ മിലിറ്ററി സൈലോയിൽ അവസാനത്തെ റീബുകൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ഞാൻ അത് പൊട്ടിച്ചു നോക്കിയില്ല. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ബ്ലാക്ക് ഔട്ട് സംഭവിക്കുന്നതിനും 40 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാധനമാണിത് എന്ന് പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ ബാഗിൽ നിന്നും ഒരു മദ്യക്കുപ്പി ഫോർജിന് കൊടുക്കുന്നു. മദ്യക്കുപ്പി കയ്യിൽ കിട്ടിയപ്പോൾ ഫോർജിന് നല്ല സന്തോഷമായി. ആ ബാറിന്റെ മുകളിലിരുന്ന് 2 പേരും മദ്യം ആസ്വദിച്ച് കഴിക്കുവാൻ തുടങ്ങി. മദ്യം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോർജ് വോൾവറിനോട് പറയുവാണ്, നോക്കൂ സുഹൃത്തെ, നമ്മൾ നമുക്ക് വേണ്ടി നല്ലൊരിടം ഉണ്ടാക്കി. ഒരു പുതിയ ലോകത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമുള്ളതിനെയെല്ലാം നമ്മൾ സംരക്ഷിച്ചു. ഇത്രയും വർഷങ്ങളായില്ലേ, കഴിഞ്ഞതെല്ലാം മറക്കാൻ സമയമായി, എല്ലാം വിട്ടുകളയ് എന്നൊക്കെ. അത് കേട്ടതും വോൾവറിൻ മറുപടിയായിട്ട് പറയുവാണ്, എല്ലാം മറക്കാം, എല്ലാം ബെറി ചെയ്യാം എന്നേക്കുമായിട്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം വോൾവറിൻ ഒരു വിദൂരമായ ഡെസേർട്ടിലൂടെ നടന്നു പോകുന്നതാണ്. അവസാനമായിട്ട് വോൾവറിൻ അവിടേക്ക് വന്നിട്ട് 1 വർഷത്തോളമായി. വോൾവറിന്റെ കയ്യിൽ ഫോർജ് ഉണ്ടാക്കി കൊടുത്ത ന്യൂട്രലൈസർ ലാമ്പ് ഉണ്ട്. ഇതേ ന്യൂട്രലൈസർ ലാമ്പിന്റെ സഹായത്തോടെയാണ് വോൾവറിൻ സേബർ ടൂത്തിനെ കൊന്നത്. വോൾവറിൻ മുന്നോട്ട് നടക്കുന്തോറും താൻ പോകുന്ന വഴിയിലെല്ലാം എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വോൾവറിന് മനസ്സിലായി. എല്ലായിടത്തും മരണത്തിന്റെ ഗന്ധം. അവിടെയെല്ലാം ചത്തളിഞ്ഞ ഒരുപാട് മൃഗങ്ങളെ തൂക്കിയിട്ടിരിക്കുന്നു. ആകെ മൊത്തം അഴുകിയതും ജീർണിക്കുന്നതുമായ മൃഗങ്ങളുടെ ദുർഗന്ധം. അങ്ങനെ നടന്ന് വോൾവറിൻ ഒരു വീടിന് മുന്നിലെത്തി. ആ വീടിന്റെ ഡോർ തുറന്ന് അദ്ദേഹം അകത്തേക്ക് നോക്കി. അവിടെ അതാ സാക്ഷാൽ സേബർ ടൂത്ത്. അതെ ഗൈസ്, വോൾവറിൻ സേബർ ടൂത്തിനെ കൊന്നിട്ടില്ലായിരുന്നു.
വോൾവറിൻ എല്ലാ വർഷവും ഒരിക്കൽ ഇവിടെ വരുന്നത് സേബർ ടൂത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സേബർ ടൂത്തിന്റെ അരയ്ക്ക് താപ്പോട്ട് അനങ്ങുവാൻ സാധിക്കില്ല. സേബർ ടൂത്തിന്റെ വലത്തെ കൈ വോൾവറിൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. സേബർ ടൂത്ത് ഇപ്പോൾ പ്രൊഫസർ എക്സിന്റെ ചെയറിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. വോൾവറിൻ വീണ്ടും ആ ന്യൂട്രലൈസർ ലാമ്പിന്റെ വെളിച്ചം സേബർ ടൂത്തിന് നേരെ അടിക്കുന്നു. ന്യൂട്രലൈസർ ലാമ്പ് കാരണമാണ് സേബർ ടൂത്തിന് ഹീൽ ചെയ്യുവാൻ സാധിക്കാത്തത്. ആ ന്യൂട്രലൈസർ ലാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒരു മെഡിസിൻ പോലെ സേബർ ടൂത്തിനെ ഒന്ന് കാണിക്കാനാണ് എല്ലാ വർഷവും ഒരു ദിവസം വോൾവറിൻ അവിടേക്ക് വരുന്നത്. അതിന് മാത്രമല്ല കേട്ടോ വോൾവറിൻ അവിടേക്ക് വരുന്നത്. വോൾവറിൻ അവിടേക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും സേബർ ടൂത്തിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വോൾവറിൻ അറുത്തു മാറ്റിയിരിക്കും. ഈ പ്രാവശ്യവും അതിനുവേണ്ടിയാണ് വോൾവറിൻ അവിടേക്ക് വന്നതെന്ന ധാരണയില് സേബർ ടൂത്ത് വോൾവറിനോട് പറയുവാണ്, എനിക്കറിയാം, എനിക്ക് നിന്റെ കണ്ണുകളിൽ അത് കാണുവാൻ സാധിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്കുള്ളതെല്ലാം എത്രമാത്രം പ്രത്യേകത ഉള്ളതാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ ഇതുപോലെ ഞാനും നിന്നെ കാണാൻ വന്നിട്ടുള്ളതാണ്. അത് കേട്ട വോൾവറിൻ മറുപടിയായിട്ട് പറയുവാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊന്നും മറന്നിട്ടില്ല. അപ്പോൾ സേബർ ടൂത്ത് പറയുവാണ്, എങ്കിൽ ശരി, നീ എന്തിനാണോ വന്നത് അത് നടക്കട്ടെ. എന്റെ ശരീരത്തിലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ നിനക്ക് സമയമായി എന്ന് ഞാൻ കരുതുന്നു. അത് കേട്ടതും വോൾവറിൻ പറയുവാണ്, ഇല്ല, ഞാൻ എന്തായാലും ഇന്നത് ചെയ്യില്ല. സേബർ ടൂത്തിന് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. നീ എന്നോട് സോഫ്റ്റ് ആയിട്ടൊന്നും പെരുമാറണ്ട വോൾവറിൻ. ഈ യാത്രയിൽ ചിന്തിക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ നീ എന്നെ മുറിവേൽപ്പിച്ചു. നമ്മുടെ പാതയിൽ ക്ഷമ എന്നൊരു കാര്യത്തിന്റെ ഒരാവശ്യമില്ല എന്നൊക്കെ സേബർ ടൂത്ത് പറയുമ്പോൾ അത് കേട്ട ദേഷ്യത്തിൽ വോൾവറിൻ പറയുവാണ്, ക്ഷമ എന്നത് നമുക്കിടയിൽ എന്നെങ്കിലും നിലനിൽക്കുന്ന കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ക്രീഡ്? നിന്റെ കൂട്ടാളികളെ ഞാൻ കൊന്നത് അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതായിരുന്നു പ്രതികാരം. നിന്നോട് ഞാൻ ചെയ്യുന്നത് പ്രതികാരമല്ല, നീതിയാണ്. പ്രതികാരവും നീതിയും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് എന്നൊക്കെ. ഒരു ദിവസം ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കും. അങ്ങനെ വന്നാൽ ഞാൻ നിന്നെ തീർത്തിരിക്കുമെന്ന് വളരെയധികം ദേഷ്യത്തോടെ ഗർജിച്ചുകൊണ്ട് സേബർ ടൂത്ത് പറയുമ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും നിനക്കത് ഇപ്പോഴല്ല ഒരിക്കലും സാധിക്കില്ലെന്നും ഗർജിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വോൾവറിനും മറുപടിയായിട്ട് പറയുന്നു. സേബർ ടൂത്തിന്റെ ദേഷ്യം അടങ്ങിയില്ല. തന്നെ ഉപദ്രവിക്കാനായിട്ട് സേബർ ടൂത്ത് വോൾവറിനോട് നിരന്തരമായിട്ട് പറയുകയാണ്. എന്നാൽ സേബർ ടൂത്ത് എത്ര നിർബന്ധിച്ചിട്ടും വോൾവറിൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തയ്യാറായില്ല. ഒരു പക്ഷേ അടുത്ത വർഷം നിന്നെ വീണ്ടും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് വോൾവറിൻ അവിടെ നിന്നും പോകുന്നു. നമ്മുടെ പ്ലാൻ എന്തായാലും വർക്കായിട്ടുണ്ട്. സാധാരണ അവൻ എന്തും മണത്തറിയുവാൻ സാധിക്കും. പക്ഷെ പുറത്ത് വഴിനീളെ ചത്തളിഞ്ഞ മൃഗങ്ങളെ നിങ്ങൾ തൂക്കിയിട്ടതുകൊണ്ട് ആ രൂക്ഷമായ ഗന്ധം കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ നേരിടാൻ പോകുന്നത് ആരെയാണെന്നും അവൻ എത്രമാത്രം അപകടകാരിയാണെന്നുമൊക്കെ സേബർ ടൂത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ആരോടൊക്കെയോ പറയുന്നു. ആ വീട്ടിലുണ്ടായിരുന്നവർ മറ്റാരുമല്ല, ഒമേഗ റെഡിന്റെ മക്കളാണ്. അതെ, ഒമേഗ റെഡ് ജൂനിയർ, ഒമേഗ വൈറ്റ്, ഒമേഗ ബ്ലാക്ക്. അവരോടൊപ്പം നാലാമതായിട്ട് ഒരാൾ കൂടിയുണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. വോൾവറിനെ വേട്ടയാടി അവനെ കൊല്ലാനായിട്ട് സേബർ ടൂത്ത് ഒമേഗ റെഡിന്റെ മക്കളെ അയക്കുന്നു. വോൾവറിൻ സേബർ ടൂത്തിനെ കണ്ട് തിരികെ പോകുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആരുടെയൊക്കെയോ സാന്നിധ്യം തന്റെ അടുത്തുണ്ടെന്ന് വോൾവറിന് മനസ്സിലായി. അതെ, വോൾവറിനെ കൊല്ലാനായിട്ടും തങ്ങളുടെ അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യാനും ഒമേഗ റെഡിന്റെ മക്കൾ എത്തിയിരിക്കുന്നു. ഒരു ചെറിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ നീ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങളെല്ലാം നിന്നെ പിടികൂടിയിരിക്കുന്നു. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, നീ മരിക്കാനും എന്നൊക്കെ ഒമേഗ റെഡിന്റെ മക്കൾ വോൾവറിനോട് പറയുമ്പോൾ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഒക്കെ സജ്ജമാക്കി. കിടന്ന് ചലച്ചതൊക്കെ മതി പിള്ളാരെ, നീയൊക്കെ പറഞ്ഞത് നിന്നെയൊക്കെ പിന്തുണയ്ക്കുമോ എന്ന് കാണട്ടെ എന്ന് വോൾവറിൻ മറുപടിയായിട്ട് പറയുന്നു. എന്നിട്ട് ഒട്ടും താമസിയാതെ വോൾവറിനും ഒമേഗ റെഡിന്റെ മക്കളും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് വോൾവറിനെ ഒമേഗ റെഡിന്റെ മക്കൾ അവരുടെ ടെന്റക്കിൾസിന്റെ സഹായത്തോടെ പിടികൂടിയിട്ട് അദ്ദേഹത്തെ നിരന്തരമായിട്ട് ഇലക്ട്രിക്യൂട്ട് ചെയ്ത് വേദനിപ്പിക്കുന്നു. ഒമേഗ റെഡിന്റെ എല്ലാ തരം പവേഴ്സും ഒമേഗ റെഡിന്റെ മക്കളിലും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒമേഗ വൈറ്റ് വോൾവറിന്റെ ദേഹത്തേക്ക് എല്ലാ തരം ഡിസീസുകളും ഇൻഫെക്ഷനുകളും ഇൻജെക്ട് ചെയ്യുവാൻ ആരംഭിച്ചു. രോഗവും ഇൻഫെക്ഷനും ഒക്കെ കാരണം പഴുത്തളിയുന്ന വോൾവറിൻ ഒമേഗ വൈറ്റിന്റെ രണ്ട് കൈകളും വെട്ടിക്കളയുന്നു. ഒമേഗ വൈറ്റിനെ നോക്കിയിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടടാ എന്ന് ചോദിച്ചിട്ട് വോൾവറിൻ ഒമേഗ റെഡിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു ചവിട്ടി അവനെ നിലംപരിശാക്കി. വോൾവറിനോട് പോരാടുന്നത് വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ഒമേഗ റെഡിന്റെ മക്കള് വോൾവറിനെ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ഒമേഗ റെഡിന്റെ മക്കൾ പോരാടുന്നതോടൊപ്പം ഒരു ക്യാമറയും അവിടെ പറന്ന് നടക്കുന്നത് വോൾവറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
എന്തിനാടാ ഈ ക്യാമറയൊക്കെ എന്ന് വോൾവറിൻ ചോദിക്കുമ്പോൾ ഒമേഗ റെഡ് ജൂനിയറും ഒമേഗ ബ്ലാക്കും വോൾവറിനെ ഒരുമിച്ച് ആക്രമിച്ചിട്ട് ഒമേഗ ബ്ലാക്ക് വോൾവറിന്റെ ദേഹത്തേക്ക് എല്ലാ തരം ഡിസീസും ഇൻഫെക്ഷനും ഒക്കെ ഇഞ്ചെക്ട് ചെയ്യാൻ ആരംഭിച്ചു. വോൾവറിൻ വിട്ടുകൊടുത്തില്ല. ഒമേഗ ബ്ലാക്കിനെ തന്റെ പക്കലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് ഒമേഗ ബ്ലാക്കിന്റെ വയറ്റിലേക്ക് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കി. പെട്ടെന്ന് ഒരു അത്ഭുതത്തോടെ ഒമേഗ ബ്ലാക്ക് വോൾവറിനോട് ചോദിക്കുവാണ്, ഇപ്പോൾ 6 തരത്തിലുള്ള ടോക്സിനും 100 കണക്കിന് ബാക്ടീരിയകളെയും നിന്റെ ബോഡിയിലേക്ക് ഞാൻ കയറ്റിയിട്ടും നീ എന്താടാ ചാവാത്തതെന്ന്. ഞാൻ എന്തായാലും ചാകും, ആദ്യം നീ ചാക്. ഇത്രയും പറഞ്ഞിട്ട് വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഒമേഗ ബ്ലാക്കിന്റെ കഴുത്തിൽ കുത്തിയിറക്കി. അതെ, അങ്ങനെ ഒമേഗ ബ്ലാക്കിന്റെ കാര്യത്തിൽ തീരുമാനമായി. അത് കണ്ട ഒമേഗ റെഡ് ജൂനിയർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒമേഗ റെഡ് ജൂനിയറിന്റെ ആക്രമണത്തെയെല്ലാം വോൾവറിൻ തടയുന്നു. അദ്ദേഹം ഞങ്ങളെ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിന് ഭ്രാന്തായതുകൊണ്ടാണ് നിന്നെ പറ്റി ഓരോന്ന് പറയുന്നതെന്ന്. പക്ഷെ അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒമേഗ റെഡ് ജൂനിയർ തന്റെ ടെന്റക്കിൾസിന്റെ സഹായത്തോടെ വോൾവറിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വോൾവറിൻ ആ ടെന്റക്കിൾസ് കയ്യിൽ ചുരറ്റിയിട്ട് തന്റെ അഡമാന്റിയ ക്ലോസ് ഒമേഗ റെഡ് ജൂനിയറിന്റെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നു. അതെ, അങ്ങനെ ഒമേഗ റെഡ് ജൂനിയറും മരണപ്പെട്ടു. വോൾവറിൻ ഒമേഗ റെഡ് ജൂനിയറിന്റെ ടെന്റക്കിൾ വെട്ടിയെടുത്തോണ്ട് വന്നിട്ട് ഒമേഗ വൈറ്റിന്റെ കഴുത്തിൽ ചുറ്റിയിട്ട് ഒമേഗ വൈറ്റിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തന്റെ അവസാന ശ്വാസം പോകുന്നതിന് മുന്നേ ആരാണ് വോൾവറിനെ തട്ടാൻ തന്നെ അയച്ചതെന്ന് ഒമേഗ വൈറ്റ് വോൾവറിനോട് പറയുന്നു. അത് മറ്റാരുമല്ല, ക്രീഡ് അഥവാ സേബർ ടൂത്ത് ആണ്. അവിടെ പറന്നു നടക്കുന്ന ക്യാമറയിലൂടെ സേബർ ടൂത്ത് എല്ലാം കാണുന്നുണ്ടെന്ന് വോൾവറിൻ മനസ്സിലാക്കി. ഒമേഗ വൈറ്റിനെയും തറ പറ്റിച്ചിട്ട് ആ ക്യാമറ നോക്കി വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുവാണ്, നിനക്കെല്ലാം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എടുത്ത തീരുമാനം ഞാനായിട്ട് തന്നെ തിരുത്തുകയാണ്. നിനക്ക് ചാവാൻ ഇനി 1 വർഷം കാത്തിരിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ നിന്നെ തട്ടാൻ വരും എന്നൊക്കെ. ഇതെല്ലാം കണ്ടിട്ട് സേബർ ടൂത്ത് ആ 4-മനോട് പറയുവാണ്, ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്, പക്ഷെ അവർ അതൊന്നും കേട്ടില്ല. വോൾവറിനെ ഇങ്ങനെ ആക്കിയതിന് ഞാനും വലിയൊരു പങ്ക് വഹിച്ചവനാണ്. അത് വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്കറിയാം. അവനെ തടയണം. ഒമേഗാസ് ഒമേഗ റെഡിന്റെ വെറും കോപ്പിയാണ്. അവർ ഒമേഗ റെഡിന്റെ വെറും ക്ലോണുകളാണ്. വോൾവറിനെ പോലെ ഒരാളെ കൊന്നു കുഴിച്ചു മൂടണമെങ്കിൽ നിന്നെ പോലെ ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കൂ. വോൾവറിനെ പോലെ തന്നെ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. എനിക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിൽ വെറുപ്പെന്ന ഒരു വികാരം ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ അച്ഛനെ കൊന്നു കുഴിച്ചു മൂടിയവൻ ഇപ്പോഴും നിന്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നത് കാണുമ്പോൾ നീ അതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ. സേബർ ടൂത്തിനോടൊപ്പമുള്ളത് തന്റെ അച്ഛനായ കൊളോസസിന് വേണ്ടി വോൾവർ പ്രതികാരം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പീറ്റർ റാസ്പുട്ടിൻ അഥവാ കൊളോസസിന്റെ സ്വന്തം മകനാണ്. ഈ കഥ ഇനി വോൾവറിന്റെ റിവെഞ്ച് മാത്രമായിരിക്കില്ല, കൊളോസസിന്റെ മകന്റെ പ്രതികാര കഥ കൂടിയായിരിക്കും. ഒമേഗ റെഡിന്റെ മക്കൾക്ക് വോൾവറിന്റെ രോമത്തെ പോലും ഒന്ന് തൊടാൻ സാധിച്ചില്ല. അതിനു മുന്നേ വോൾവറിൻ അവരെ പരലോകത്തേക്ക് അയച്ചു. കൊളോസസിന്റെ മകൻ വോൾവറിനെ കൊല്ലുമോ? ഇനി ഒരൊറ്റ ഇഷ്യൂ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ ഫിനാലെയാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. സോ എല്ലാവരും മറക്കാതെ അവസാനത്തെ എപ്പിസോഡ് കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.